बन गई। നാട്ടിലെല്ലാവർക്കും ഉണ്ടാകണം ഒരുമ. ഹണി ഉണ്ടാക്കുന്നു അവന്റെ പ്രതിമ. അടികൈ. അങ്ങേക്കും പ്രതിമ ഉണ്ടാക്കണോ? വേണ്ട വേണ്ട, വെറുതെ എന്തിനാ ഞാൻ എന്റെ വീട് വൃത്തികേടാക്കുന്നത്? എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നതൊക്കെ വൃത്തികേടെന്നാണോ? നഗരത്തിൽ ഓടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ. ഞാൻ താങ്കളെ പറഞ്ഞതല്ല, കേട്ടോ? അടികൈ. ഓഹോ, കീറിപ്പോയ ചെരുപ്പ് കടയിൽ പോയി തയ്ച്ചോ? ഈ പ്രതിമയ്ക്ക് യഥാർത്ഥത്തിൽ ജീവൻ വെച്ചോ? അടികൈ. ഒരു ഹണിയും സഹിക്കാൻ പറ്റുന്നില്ല, അതിനിടയ്ക്ക് 2 ഹണിയോ? അങ്ങ് തന്നെ ഇത് എടുത്തോണ്ട് പോയിക്കോ. നിങ്ങളുടെ പ്രതിമയാണ്, നിങ്ങൾ തന്നെ വെച്ചോ. വണ്ടിയിൽ പെട്രോൾ ഇല്ലാതെ വഴിയിൽ നിന്നു. ഇവൻ എന്റെ പൈനാപ്പിൾ കേക്ക് തിന്നു. അടികൈ. ഹണി, നീ ആ കേക്ക് തിന്നാൻ പാടില്ലായിരുന്നു. അതിന് ഞാനെപ്പോഴാ തിന്നത്? ഇതെന്തൊരു കൺഫ്യൂഷൻ ആണ്. കേക്ക് പോലും കഴിക്കാൻ കഴിയുന്നില്ല. ഇതെന്താ ചെയ്യാ? എടുത്തെന്റെ തലയിലോട്ട് അടിക്കടാ. ഇതാ പിടിച്ചോ. എന്റെ അമ്മച്ചിയെ. എടാ, ഇവൻ എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് ഒരു ശല്യമായി തീരും. ശല്യമോ? ഇപ്പൊ തന്നെ ഇവനെ പറഞ്ഞയക്കാം. പ്രതിമേ, നീ ഇവിടുന്ന് പുറത്തേക്ക് പോ. പ്രശ്നങ്ങൾ തീർന്നു. ചേന, ചേമ്പ്, പാവൽ. ഞാൻ ഇപ്പോഴാ ഇത് ചെടിന്ന് പറിച്ചോണ്ട് വന്നത്. അത് നീ മരത്തിലാക്കിയല്ലോടാ. അതിന്റെ വിടില്ല ഞാൻ. എന്റെ അമ്മോ, ഇവ എന്റെ പണി തീർത്തിട്ടാ പോവും തോന്നുന്നു. അതവൻ പറന്നു വരുന്നുണ്ട്. പുറകെ നോക്ക്. എന്റെ കാറിൽ വന്നിരിക്കുന്നോ? ആരാടാ നീ? ഞാൻ പ്രതിമയാ. എങ്കിൽ ഞാൻ പാലയിലെ പോകരിയാ. വാടാ ഇങ്ങോട്ട്. അണി വീട്ടിലുണ്ടായിരുന്നോ? അപ്പൊ പിന്നെ ഇതാരാ? അത് പ്രതിമയാണ്. ഇവൻ പ്രതിമയാണെങ്കിലേ ഞാൻ പാലയിലെ പോക്കരിയാ. അങ്ങോട്ട് വന്നൊന്ന് ചോദിച്ചാൽ മതി. എന്നെ കുറിച്ച് നാട്ടുകാർ നന്നായിട്ട് പറഞ്ഞു തരും. ഇവൻ സ്കൂട്ടർ കൊണ്ടുവന്ന് ഇടിച്ച് എന്റെ കാറിന്റെ ഡിക്കി നശിപ്പിച്ചു. അല്ല, നിങ്ങൾ എന്തിനാ കാറ് പുറകോട്ട് ഓടിച്ചത്? ഞാൻ നേരെയാ ഓടിച്ചത്. ഇവനാ പുറകെ വന്ന് എന്റെ കാറിലോട്ട് ഇടിച്ചത്. എവിടെന്നാ വന്നത്? മാഡം, ഇത് പ്രതിമയാണ്. ഇവൻ പ്രതിമയാണേലേ ഞാൻ പാലയിലെ പോക്കരിയാ. എന്റെ പൊന്നു സാർ,
സാറേ അങ്ങൊന്ന് ശാന്തനാകൂ. നിങ്ങൾ കാർ റിപ്പയർ ചെയ്ത് ബില്ല് തന്നാ മതി, അതിന്റെ ക്യാഷ് മാഡം തരും. ഞാനോ? ആ എന്നാ ഓക്കെ. കേസ് സോൾവ്ഡ്. എന്നാ ഞാൻ പോയിട്ട് വരാം. ബൈ മിസ്റ്റർ പ്രതിമേ. ഞങ്ങൾ സഹായിക്കാം. പ്രതിമയ്ക്ക് കളറടിക്കൂ. ഏയ്. ഓ, ഓ. എന്താ ഇത്? നീ എന്തായി കാണിച്ചത്? അദ്ദേഹത്തിന് പുറത്ത് അടിക്കരുത്. അതെ, പ്രതിമയിലാണ് അടിക്കേണ്ടത്. നീ എന്തായി കാണിച്ചത്? പ്രതിമ മുഴുവൻ നശിച്ചു. സോറി, ഞങ്ങൾ ഇത് കഴുകി തന്നേക്കാം. ഇത്രയും വലിയ പ്രതിമയെ എങ്ങനെ നിനക്ക് തനിച്ചു കൊണ്ടുപോകാൻ പറ്റും? ഒരുമിച്ച് പിടിക്കാം. വേണ്ട. ആ, എടാ, ഓഹോ, ഇയാൾ മുഴുവൻ നനഞ്ഞു. ഫാനിലെ കാറ്റ് ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്നില്ല. എടാ, വിട്, 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 വിട്. ഇപ്പൊ കൊള്ളാമോ? എന്ത് കൊള്ളാന്ന്? ഇങ്ങനെ പിടിച്ചുകൊണ്ട് എത്ര സമയം എന്ന് വെച്ചാ നിക്കുക? അതെ, ഫാനിനെ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരാം. അയ്യോ. എടാ, എടാ, നീ എന്തായി കാണിക്കുന്നത്? നിക്കോ, ഓടിയാലേ എങ്ങനെ ശരീരം ഉണങ്ങുക? ആരാ എന്റെ പാലിൽ ഉപ്പ് ചേർത്തത്? എനിക്കറിയില്ലല്ലോ കൊച്ചളിയ, ഞാൻ ഷുഗർ ഫ്രീ ആണ് അതിലിട്ടത്. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഷുഗർ ഫ്രീ എന്താടാ മസാല ഇടുന്ന പാത്രത്തിലാണോ ഇരിക്കുന്നത്? ഇത് ഉപ്പാടാ, തിന്ന് നോക്ക്. എനിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നു. യാ! ആ! ആ! ഞാൻ വെറുതെ ഇരുന്നപ്പോ എന്റെ അടുത്ത് ആവശ്യമില്ലാത്ത പ്രശ്നമുണ്ടാക്കുന്നു. എന്താണിതൊക്കെ? നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾ ഈ വീട് മുഴുവൻ നശിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. സോറി മാഡം. വീട്ടിലേക്ക് ഗസ്റ്റ് വരുന്നുണ്ട്. വേഗം എല്ലാം വൃത്തിയാക്ക്. ഞാനിപ്പോൾ ഓഫീസിലേക്ക് പോവുകയാണ്. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും എല്ലാം വൃത്തിയായിരിക്കണം. പിന്നെ വരുന്ന ഗസ്റ്റിന് കുടിക്കാൻ വെള്ളം കൊടുക്കണം. ആ, ഓക്കേ മാഡം. നമുക്ക് ഗാർഡനിലേക്ക് പോകാം. അവിടെ ചെടികൾക്ക് വെള്ളം നനയ്ക്കാനുണ്ട്. കൊച്ചളിയ, മാഡം പറഞ്ഞതേ ചെടികൾക്ക് വെള്ളം നനയ്ക്കാൻ വേണ്ടിയാണ്, അല്ലാതെ എന്റെ പുറത്തല്ല. അതെ, നീ ചെടിയല്ലല്ലോ, കഴുതയാണ്, കഴുത. എക്സ്ക്യൂസ് മീ, നീ എന്തായി കാണിക്കുന്നത്? സോറി, ഞങ്ങൾ കണ്ടില്ല. നിങ്ങളെ പോലുള്ള ചെകുത്താന്മാരുടെ കൂടെ എനിക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. ആരാ നിങ്ങള്? ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ എന്തിനാ ചെകുത്താന്ന് പറയുന്നേ? ഞാൻ കാട്കറാണ്.
കാക്കർ ഞങ്ങളുടെ മേഡമാണ്. നിങ്ങൾ ആരാണ്? ഞാനും കാട്ട്കർ തന്നെയാണ്. നിങ്ങളുടെ മാഡത്തിന്റെ മൂത്ത ചേച്ചിയാണ്. അതെങ്ങനെയാ ശരിയാവുന്നേ? ഞാനും ബണ്ണിയുടെ മൂത്ത ചേട്ടനാ. പക്ഷെ എന്റെ പേര് ബണ്ണി എന്നല്ലല്ലോ, ഹണി എന്നാ. എടാ ഇവരുടെ സർനെയിമാണ് കാട്ട്കർ. സംശയം ഓ ചേച്ചി, വൗ, എത്ര നല്ല ഡോഗിയാണ്. ആട്ടെ, നിന്റെ പേരെന്താണ്? എന്റർടൈൻമെന്റോ? ഇതെന്ത് പേരായത്? കാരണം ഞാൻ ഇവനെ കൊണ്ടുവന്നിരിക്കുന്നത് എന്റെ എന്റർടൈൻമെന്റിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവന് എന്റർടൈൻമെന്റ് എന്ന് പേരിട്ടത്. ഇപ്പൊ നോക്കിക്കോ, എന്റെ സ്ലിപ്പർ എടുത്തോണ്ട് വാ. ഡാൻസ് കളിക്ക്. വേഗം തലകുത്തി നിൽക്ക്. കണ്ടല്ലോ, ഫുൾ എന്റർടൈൻമെന്റ് ആണ്. സ്വർണത്തിനു വേണ്ടി ഒളിമ്പിക്സിൽ ഓടുന്നു, ഇവൻ എന്തിന് തലകുത്തി നിൽക്കുന്നു? അടികൈ. അല്ല, അങ്ങാരാണ്? ജീവിതം മടുത്തുപോയാൽ പിന്നെയാകും സന്യാസി. എന്റെ പേര് കന്നയാണ്, മിസ് കാട്ട്കറിന്റെ അയൽവാസി. അടികൈ. ഇതിൽ കൈയടിക്കാൻ മാത്രം എന്താണുള്ളത്? അതും ഈ വൃത്തികെട്ട കവിതയ്ക്ക്. അത് പിന്നെ ഇതെന്റെ മൂത്ത ചേച്ചിയാണ്, ഡോളി എന്നാണ് പേര്. നിങ്ങളെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, ഞാൻ ഇവനെ വെച്ച് നിങ്ങൾക്ക് ഒരുപാട് എന്റർടൈൻമെന്റ് ചെയ്ത് കാണിച്ചു തരാം. എന്റെ ചേച്ചി ഒന്ന് മതിയാക്കുന്നുണ്ടോ? ഇത് ചേച്ചിയുടെ പെറ്റാണ്. ഞാൻ ഇവനെ വളർത്തുന്നത് എന്റെ എന്റർടൈൻമെന്റിന് വേണ്ടിയാണ്. ശരി ശരി, ഇപ്പൊ അവനെ വിട്ടേക്ക്. നീ വേഗം പോയി നിന്റെ കൂട്ടുകാരോടൊത്ത് കളിക്ക്. കൊച്ചളിയ, ഈ ക്യാച്ച് ഞാൻ പിടിക്കാം. വേണ്ട കുഞ്ഞളിയ, ഞാൻ പിടിച്ചോളാം. ഈ ക്യാച്ച് ഞാൻ പിടിക്കാം. സംശയമുണ്ടോ? ഓടോ. ഇന്ന് ഹർത്താലാ മാഡം, ഓട്ടോ ടാക്സി ഒന്നും കിട്ടില്ല. മേഡം, മാഡം, മാഡം, മാഡം. കരയുന്ന നിർത്ത്. ഉടനെ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. സംശയമുണ്ടോ? എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? ഇന്ന് ഓട്ടോയും ടാക്സിയെല്ലാം ഹർത്താലല്ലേ? മേഡവും കന്ന സാറും കാർ എടുത്തോണ്ട് പോയിരിക്കുകയാണ്. വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്. എന്റെ ശരീരം മുഴുവൻ പരുക്ക് പറ്റിയിരിക്കുകയാണ്. എടാ, നീ എന്തായി കാണിക്കുന്നത്? എടാ, നിന്നോടാണ് നിൽക്കാൻ പറഞ്ഞത്. പെട്ടെന്ന് മാഡത്തിനെ വേഗം പിടിച്ച് ഇതിന്റെ പുറത്ത് കിടത്താ. വേഗം പോകാം. മാറി നിൽക്ക, എല്ലാവരും വേഗം മാറി നിൽക്ക. മാറ, നിർത്തൂ. എന്റെ മാഡത്തിന്റെ ജീവൻ ആപത്തിലാണ്. വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകൂ. ആരാണ് മ്യൂസിക് ഇട്ടത്?
ചെയ്യേണ്ടത്? ഇങ്ങോട്ട് വന്നൊന്ന് നോക്ക്. ഞാനും ഒന്ന് കണ്ടോട്ടെ. നന്നായി, എന്തായാലും നിങ്ങൾ എത്തിയല്ലോ. എന്റെ സാൽസ എങ്ങനെയുണ്ടാ? എനിക്ക് സാൽസ ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ബാർബിക്യൂവും സ്റ്റേജ് വണ്ണുമാണ് ഇഷ്ടം. കഴുതേ, ഇത് ആഹാരത്തിന്റെ കാര്യമല്ല, ഡാൻസിന്റെ കാര്യമാണ് പറയുന്നത്. സംശയമുണ്ടോ? കഴുത നീയാണ്. ബാർബിക്യൂവും തന്തൂരിയും ഡാൻസ് ആണെന്ന് ആരാ പറഞ്ഞത്? എന്നാ നീ ഇപ്പൊ പറഞ്ഞത് അതുപോലെയാണല്ലോ. അല്ല, താനെന്തിനാ സാൽസ കളിക്കുന്നത്? കൂട്ടുകാരന്റെ ബർത്ത്ഡേ പാർട്ടിയിൽ കിറ്റിയോടൊപ്പം എനിക്ക് ഡാൻസ് കളിക്കണം. കിറ്റി ഒരുപാട് വലുതാണ്. ലോകത്തിൽ എന്താടാ ഒരു കിറ്റി മാത്രമേ ഉള്ളൂ? എന്റെ സുഹൃത്തിന്റെ പേരും കിറ്റി എന്നാണ്. അമ്മ, ഒരു ലേഡി സ്പൈഡറാ. ബന്നി സാൽസയുടെ മാസ്റ്ററാണ്. സംശയമുണ്ടോ? എനിക്ക് പഠിപ്പിച്ചതാ പ്ലീസ്. ആദ്യം 2 കാലുകളുടെ സ്റ്റെപ്പാണ് ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ഈ 8 കാലിൽ ഏത് 2 കാലാന്ന് പറയാ? പകൽ സമയത്ത് ഇങ്ങനെ വന്ന് ശല്യപ്പെടുത്തി എന്റെ ഉറക്കത്തെ നശിപ്പിക്കരുത്. രാത്രിയിൽ വരാൻ കഴിയില്ല. അപ്പൊ ഞങ്ങൾ ഉറക്കമായിരിക്കും. ഓ, ഓ. എന്നെന്തിനാ തല്ലിയത്? ഞാൻ ചെറിയൊരു തമാശ പറഞ്ഞതല്ലേ. നിന്റെ തമാശയൊക്കെ എന്റെ അടുത്ത് പറയേണ്ട ഒരാവശ്യമില്ല. എന്റെ അടുത്ത് കളിച്ച് ഇങ്ങനെ ഇരിക്കും. ആ ശരി, പറയേ, മ്യൂസിക് ഇട്ടത് ആരാ? അത് ഞാൻ തന്നെയാ. ഓ, അയ്യോ എന്റെ പൊന്നെ, താൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്റെ ഉറക്കം മുഴുവൻ നശിച്ചില്ല ഇപ്പോ. നീ ഉറങ്ങാൻ വേണ്ടി എനിക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല. എടോ, താൻ ആവശ്യമില്ലാതെ സംസാരിക്കണ്ട. ഇത് എന്റെ സ്ഥലമാ. ഇവിടെ ആവശ്യമില്ലാതെ മ്യൂസിക്കും കുന്തോന്നിടേണ്ട ഒരു കാര്യമില്ല. കാര്യമില്ലെന്ന് പറയാൻ നീ ആരാടാ? നിങ്ങൾ എന്തിനാ അങ്ങനെ വഴക്കുണ്ടാക്കുന്നേ? സ്പൈഡർ, നീ എന്റെ കൂടെ ഒന്ന് വന്നേ. തനിക്ക് ഞാൻ ഗാർഡൻ വെച്ച് പറഞ്ഞു തരാം. അത് നടക്കില്ല. ഡാൻസ് ഇവിടെ തന്നെ ഞാൻ പഠിക്കാം. എന്നാ നീ ഒരു കാര്യം ചെയ്യ്. നീ വന്ന് ഞങ്ങളുടെ മുറിയിൽ നന്നായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. അതെന്തിനാടാ? ഇത് എന്റെ മുറിയാണ്, എന്റെ മാത്രം. ഞാൻ ഇവിടെ തന്നെ ഉറങ്ങും. അതിനെതിരായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ച എന്റെ കയ്യിൽ നിന്ന് ശരിക്കും മേടിക്കും, പറഞ്ഞേക്കാം. ഞാൻ നിന്നെ വിടില്ല, കണ്ടോ? ഞാൻ പോയി എന്റെ പിള്ളേരെ വിളിച്ചോണ്ട് ഇങ്ങ് വരാടാ. പോയി വിളിച്ചോണ്ട് വാ. എന്റെ പക്കലുമുണ്ട് നല്ല പിള്ളേര്. ഒരേ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ ഇവർ എത്രമാത്രം വഴക്കാ കൂടുന്നത്. നല്ല കാലം. പ്രശ്നം എന്തായാലും തീർന്നു. മിന്നുന്നതൊന്നും ഒരിക്കലും പൊന്നാവില്ല. സംശയമുണ്ടോ? പിന്നെ എന്താ ആവുക? അത് പഴമൊഴിയാണ്. പൊപ്പട്ട് പറഞ്ഞു വരുന്നത് നമ്മൾ കാണുന്നതെല്ലാം നല്ലതല്ലെന്നാണ്. ആ, രണ്ടുപേരുടെയും വഴക്ക് വല്ലാതെ കൂടും. ഇത് നമ്മൾ തടഞ്ഞേ മതിയാകൂ. കൂട്ടുകാർ ഒരിക്കലും വഴക്കിടാൻ പാടില്ല. അവര് രണ്ടുപേരും പിള്ളേരെ വിളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. 2-3 മണിക്കൂർ കഴിയുമ്പോ മാച്ച് തുടങ്ങുമായിരിക്കും. വീണ്ടും തുടങ്ങിയെന്നാ തോന്നുന്നത്. വേഗം വാ, നമുക്ക് തടയണം. എഡിസിനി, റൂബി, വൈഗെ, നിഷേ, ഇന്നിവരെ എന്തായാലും നമ്മൾ വിടാൻ പാടില്ല. രമേശ്, സുരേഷ്, മഹേഷ്, നരേഷ് എന്ന് നമ്മൾ അറിയിക്കണം നിങ്ങളൊക്കെ ആരാണെന്ന്. അല്ല, ഇപ്പോഴല്ലേ താൻ പേരൊക്കെ പറഞ്ഞത്? തനിക്ക് അവരാരാണെന്ന് അറിയില്ലേ? ആദ്യം ഒരു കാര്യം പറയേ, നിങ്ങളൊക്കെ ആരുടെ പക്ഷമാണ്? ഞാൻ പിന്നെ വാതിലിന്റെ പക്ഷത്താണ് കേട്ടോ. എടാ, എന്താടാ ഓക്കെ? നിങ്ങൾ എല്ലാരും കൂടി എന്തായി ചെയ്യുന്നത്? നമ്മൾ ഡാൻസിനല്ല
ഫൈറ്റ് ചെയ്യാനാ വന്നതാ. കുറച്ചു നേരം കൂടി ഡാൻസ് കളിക്കാന്നേ. ഇവര് ഡാൻസ് ചെയ്യാന്ന് പറയുമ്പോ നിങ്ങൾ എന്തിനാ ഫൈറ്റ് ചെയ്യാന്ന് പറയണത്? കാരണം ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. എല്ലാരും തയ്യാറായിക്കോളൂ. നിങ്ങൾ തയ്യാറായിക്കോളൂ. തയ്യാറാ? ഓ, ഞാനേ ലിപ്സ്റ്റിക് ഇടാൻ മറന്നു പോയിട്ടോ. ഇത് അവരുടെ കൂട്ടത്തിലുള്ള ഹണിയാണ്, സംശയമുണ്ടോ? ഓ എടി വൈകി, നമ്മള് പാർട്ടിക്കൊന്നും അല്ലടി പോകുന്നത്. തല്ല് കൂടാനായിട്ടൊന്ന് തയ്യാറായിട്ട് നിക്കടി. റെഡി? ഒന്നുകൂടെ ഒന്ന് വിസിലടിക്ക. എന്തിനാടോ? കാരണം എന്റെ ആൾക്കാരെ ഒന്ന് റെഡിയാക്കണമല്ലോ. കൂടാതെ എനിക്കും വിസിലടിക്കാൻ അറിഞ്ഞുകൂടാ. ഓക്കേ, ആദ്യം ഞാൻ വിസൽ അടിക്കാം, പിന്നെ നിന്നെ എടുത്ത് ഇടിക്കാം. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇനി മുതൽ നിനക്ക് ഇങ്ങോട്ട് വരാനുള്ള ധൈര്യം ഉണ്ടാകരുതാ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ നീ ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരാൻ ധൈര്യം കാണിക്കരുത്. എന്നെ ഞാൻ മാവിൽ നിന്നും കിട്ടുന്നത് മാങ്ങയാണ്. വൈകിട്ടത്തെ ഡോഗ് ഷോയിൽ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടികൈ. ഓഹോ, അടിപൊളി, വളരെ നന്നായിട്ടുണ്ട്. നോക്കൂ മാഡം, അവൻ റിംഗിൽ എത്ര നന്നായിട്ടാണ് കളിക്കുന്നത്. ഇതെന്റെ പോപ്പോയാണ്. ഇവനെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യും. നിങ്ങളുടെ പോപ്പോ വളരെ നന്നായിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ ഈ സോർദാർ അവനെ കണ്ടിട്ട് ഒന്നിനും കൊള്ളാത്തവനാണെന്നാ തോന്നുന്നത്. ഒന്നും ചെയ്യാൻ അറിയില്ല, പക്ഷെ കൈ തട്ടാൻ മാത്രം വളരെ നന്നായിട്ട് അറിയാം. എന്തായാലും വൈകിട്ട് ഡോഗ് ഷോ കാണാൻ നിങ്ങൾ തീർച്ചയായിട്ടും വരണം. ഇവനെ കണ്ടാൽ തന്നെ അറിയാം, ഇവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുകയേ ഇല്ല. ഉണങ്ങിയ കൊപ്ര ആട്ടിയാൽ കിട്ടുന്നത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾ ജോർദാറിനെ വല്ലാതെ അപമാനിക്കുകയാണ്. നോ, ഞാൻ തീർച്ചയായും സത്യമാണ് പറഞ്ഞത്. ചുട്ട പപ്പടം തട്ടിയാലുടനെ പൊട്ടുന്നതായിരിക്കും. ജോർദാറും തീർച്ചയായും ഡോഗ് ഷോയിൽ പങ്കെടുക്കുന്നതായിരിക്കും. അടികൈ. ഞാൻ പറഞ്ഞത് നിന്നോട് കൈയടിക്കാനല്ല. കണ്ടോ, കാര്യം പറഞ്ഞപ്പോ തന്നെ അവൻ പേടിച്ചു വിറയ്ക്കുക. ഇവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ആവശ്യമില്ലാതെ സംസാരിക്കരുത്. എന്റെ സോർദാറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ വേണേ നോക്കിക്കോ, ബെസ്റ്റ് ഡോഗ് എന്നുള്ള പുരസ്കാരം എന്റെ സോർദാർ തന്നെ വാങ്ങും. ആ അവാർഡ് എന്റെ പോപ്പോയ്ക്ക് മാത്രമായിട്ടുള്ളതാ. നോക്കേ, ഇവൻ എത്ര കാമാണ്, ഇവൻ എത്ര സ്വീറ്റ് ആണെന്ന്. ഇവന്റെ അടുത്ത് വരാൻ പോലും നിങ്ങളുടെ സോർദാറിന് കഴിയില്ല. മാഡം, എത്ര കുളിപ്പിച്ചാലും അവൻ വെളുക്കില്ല മാഡം. ഇവനെ വെളുപ്പിക്കാൻ വേണ്ടിട്ടല്ല ഞാൻ കുളിപ്പിക്കുന്നത്. ആ ബ്രഷിംഗ് എടുക്ക്. തറ തേക്കുന്ന ബ്രഷ് ഇതെന്തിനാ ഹണി എനിക്ക് തന്നത്? ടൂത്ത് ബ്രഷ് കൊണ്ട് വൃത്തിയാക്കാനാണെങ്കിൽ സമയം ഒരുപാട് പിടിക്കും. കഴുതേ, ശരീരം വൃത്തിയാക്കാനുള്ള ബ്രഷാണ് ചോദിച്ചത്. ഇവിടെയുണ്ട്, ഞാൻ തരാം. രക്ഷപ്പെട്ടു, സംശയമുണ്ടോ? നന്നായിട്ട് കുളിപ്പിച്ചു മാഡം. ഇനി ഇവനെ കൊണ്ടുപോയി നമുക്ക് അയൽ ഉണക്കാനിടാം. ആവശ്യമില്ലാതെ സംസാരിച്ച് എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, പറഞ്ഞേക്കാം. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോണം. വൈകിട്ട് ഡോഗ് ഷോയിൽ എല്ലാവരും എത്തണം. തയ്യാറാക്കുകയാണ്. ഓ,
മാഡം എന്തായി കാണിക്കുന്നത്? ദേ നോക്ക്, നിഷ എന്നെ വല്ലാതെ അപമാനപ്പെടുത്തിയിരിക്കുകയാണ്. അവളുടെ ഡോഗിയെ തോൽപ്പിച്ച് നീ ആയിരിക്കണം ബെസ്റ്റ് ഡോഗിന്റെ അവാർഡ് വാങ്ങേണ്ടത്. പക്ഷേ മാഡം, വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നീ തന്നെ ജയിക്കണം സോർദാർ. മേഡം നിഷിയെ തോൽപ്പിക്കാതെ അടങ്ങില്ലെന്നാണ് തോന്നുന്നത്. സംശയമുണ്ടോ? ഇത് വല്ലാത്ത കഷ്ടകാലമായി പോയി. എന്നെ കെട്ടിവെച്ചിരിക്കുന്ന കോലം കണ്ടില്ലേ? ഞാനൊരു നോർമൽ ഡോഗിയാണ്. അവിടെ വരുന്നതാണെങ്കിൽ എല്ലാം സ്മാർട്ട് ഡോഗീസ് ആണ്. ഞാൻ എങ്ങനെയാണ് ജയിക്കുക? നീയും സ്മാർട്ട് തന്നെയാ സോർദാർ. സംശയമുണ്ടോ? അവിടെ നടക്കുന്ന പന്തയങ്ങളിലൊക്കെ ഞാൻ എങ്ങനെയാ പങ്കെടുക്കുക? എനിക്കാണെങ്കിൽ ആ റിംഗ് കാണുമ്പോ തന്നെ തല ചുറ്റും. ഞാൻ അതൊക്കെ എങ്ങനെ ചെയ്യും? ചെയ്തേ മതിയാവൂ, കാരണം ഇത് മാഡത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഞാൻ മത്സരിച്ചാൽ മാഡത്തിന്റെ അഭിമാനം മൊത്തത്തിൽ തന്നെ അങ്ങ് പോകും. ഒന്നും സംഭവിക്കില്ല, ഞങ്ങളുണ്ട് നിന്നെ സഹായിക്കാൻ. വെള്ളമടിച്ചെടുക്കാൻ നമുക്ക് പമ്പിൽ, ഇപ്പോൾ ചാടാൻ വിളിക്കാൻ നമുക്ക് റിങ്ങിൽ. അടികൈ. ബണ്ണി എന്നെ കൊണ്ട് കഴിയില്ല. കഴിയും, ഞാനുണ്ട്, ചാടിക്കോ. ധോണി അടിക്കും നല്ല ഹെലികോപ്റ്റർ ഷോട്ട്. ജോർദാർ അടിച്ചിരിക്കുകയാണ് നല്ല സമ്മർ ഷോട്ട്. അടികൈ. സ്പീഡിലോടും നല്ല സ്പോർട്സ് കാർ. ഈ റൗണ്ടിന്റെ വിന്നർ ജോർദാർ. അടികൈ. ചൊറിയുന്നു. എന്റെ പോപ്പോ, ആരെങ്കിലും പോപ്പോയെ രക്ഷിക്ക്. അവന് നീന്താൻ അറിയില്ല. പോപ്പോ, ഹലോ, വേഗം രക്ഷിക്കൂ. ഹെൽപ്പ്. കലക്കി സോർദാർ, നീയാണ് ഹീറോ. പോപ്പോ, ഹോംവർക്ക് ചെയ്യാത്തതുകൊണ്ട് അടി കൊടുത്തു സാറ്. ഈ മത്സരത്തിലെ നായകനാണ് നമ്മുടെ ജോർദാർ. അടികൈ. താങ്ക് യു സോർദാർ, നീയാണ് എന്റെ പോപ്പോയെ രക്ഷിച്ചത്. എടാ, ഇവൻ ആരെങ്കിലും ഒന്ന് ഔട്ട് ചെയ്യേ. ക്രിക്കറ്റ് കളിയായിരുന്നെങ്കിൽ ഞാൻ ഇവനെ ഔട്ടാക്കായിരുന്നു. അതെനിക്ക് വളരെ എളുപ്പമാ. ഇവിടെ ഹണി, നിന്നെ കൊണ്ട് എന്നെ ഔട്ട് ചെയ്യാൻ കഴിയില്ല.
എടാ കോൽ അയാളുടെ വായിക്കകത്ത് പോയടാ. നീ എന്തിനാ വെറുതെ വിഷമിക്കുന്നത്? എന്റെ അടുത്ത് വേറെ കോലുണ്ട്, ഞാനത് എടുത്തോണ്ട് വരാം. അത് വെച്ച് നമുക്ക് കളിക്കാന്നേ. കഴുതേ, അവൻ പറഞ്ഞത് അതിനു വേണ്ടിയല്ല. ഖന്ന സാറിന്റെ ജീവൻ തന്നെ ആപത്തിലായിരിക്കുകയാണ്, അതാ പറഞ്ഞു. കണ്ണാ സർ, അങ്ങേക്ക് എന്താണ് സംഭവിച്ചത്? മെല്ലെ 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 പറഞ്ഞാ മതി. ചിപ്സ് തിന്നാൽ തൊണ്ടയിൽ കുടുങ്ങും, കോല് തൊണ്ടയിൽ കുടുങ്ങിയാൽ ശബ്ദം തന്നെ പോവും. അടികൈ. എന്താ കണ്ണാ സാറേ, ഇത് കവിത പറയാനുള്ള സമയമാണോ? ഡോക്ടർ എന്താ പറഞ്ഞത്? മരുന്നൊക്കെ തന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് തൊണ്ടയ്ക്കകത്ത് പരിക്ക് പറ്റിയിരിക്കുന്ന സ്വെല്ലിംഗ് ഉണ്ട്. സ്വെല്ലിംഗ് കുറഞ്ഞു കഴിഞ്ഞാ തീർച്ചയായിട്ടും ശബ്ദം തിരിച്ചു കിട്ടും. ശരി, എല്ലാവരും വന്നേ. കണ്ണാ സാറിനെ വിശ്രമിക്കാൻ അനുവദിക്കൂ. നദിയിലെ വെള്ളത്തിലുണ്ട് ഒഴുക്ക്, ഹണി എന്റെ കൂടെ മരിക്കാൻ അനുവദിക്കേ. അടികൈ. ഞാൻ എന്തിനാ മരിക്കുന്നത്? എനിക്ക് മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ശരി, എന്റെ കൂടെ ഇരിക്കണമെന്നാണ് പറഞ്ഞത്. ഖന്ന സാർ, അങ്ങൊന്ന് പറയും, ഇവൻ മറ്റൊന്നായിരിക്കും മനസ്സിലാക്കുക. എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം, മറക്കണ്ട. തീർച്ചയായിട്ടും ആവശ്യങ്ങൾ വരും. കാരണം ഹണി ഇവിടെ ഉണ്ടല്ലോ. സംശയമുണ്ടോ? വീട്ടിന് പുറത്തു നിൽക്കുന്ന ഒരു വൃത്തികെട്ട കുരങ്ങൻ അകത്ത് വന്നാൽ അവൾ ഒരു ചിമ്പാൻസി കുരങ്ങൻ. അടികൈ. കണ്ണാ സാറേ, ഇത് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഒരു സ്ത്രീ നിങ്ങൾ കൊരങ്ങനെന്ന് പറയാണോ? അല്ലാതെ പിന്നെ നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് കുരങ്ങന്മാരും ചെയ്യുന്നത്. ചെറിയൊരു വ്യത്യാസമുണ്ട്. അതേപോലെ കൊരങ്ങന്മാര് കൈ കിട്ടുന്നൊക്കെ വലിച്ചെറിയും. ദാ ഇതുപോലെ. സുന്ദരി എന്നാ പറഞ്ഞത് മേഡം, കൊരങ്ങനെന്നല്ല. സുന്ദരി എന്നാ അദ്ദേഹം പറഞ്ഞത്. ഓഹോ, ഹണി. പെട്രോൾ ഒഴിച്ചാൽ കാർ ഓടും, സമയത്തിന് ജോലിക്ക് പോയില്ലെങ്കിൽ ശമ്പളം പോകും. നിങ്ങൾ എന്നും എന്റെ ബോസാണ്, പക്ഷേ എന്റെ മനസ്സിൽ നിങ്ങൾ എന്നും വേസ്റ്റ് ആണ്. അടികൈ. എന്ത്? ഞാൻ വേസ്റ്റ് ഒന്നോ? വൃത്തികെട്ടവനാ. വൃത്തികെട്ടവനോ? നിന്റെ ബോസിനെ വൃത്തികെട്ടവനെന്ന് പറയുന്നു. സ്നേഹത്തോടെ ആരും ഒന്നും തരുന്നില്ല, എല്ലാവരും വലിച്ചെറിയ. എന്തായാലും കഴിച്ചേക്കാം. തെറ്റി പറഞ്ഞു പോയതാണ്. വിഡ്ഢിയെന്നല്ല, മരമണ്ടൻ എന്നാണ് പറഞ്ഞത്. യു ആർ സോ ലക്കി സർ. അങ്ങയുടെ പിസ അങ്ങയുടെ കയ്യിൽ തന്നെ എത്തിച്ചേർന്നു. ഇതിനെല്ലാത്തിനും കാരണക്കാരൻ നീയാണ്. ഖന്നെ, നിന്റെ ശബ്ദം തിരിച്ചു കിട്ടുന്നത് വരെ നീ ഒരിക്കലും ഓഫീസിലേക്ക് വരണ്ട. ഇവനെ കൊണ്ടുപോയിക്കോ. എന്നെ തെറി പറയുന്നു. സാർ ഇദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് സാറേ. ഞാൻ പറഞ്ഞു, കാഴ്ചയിലാണ് നീ എന്റെ ബോസ്, എന്റെ അടുത്ത് കളിച്ചാൽ പോകും നിന്റെ ഫ്യൂസ്. അത് ശരി, ഇതാണല്ലേ പറഞ്ഞത്. സോറി, ഞാൻ മനസ്സിലാക്കിയത് തെറ്റിപ്പോയി. എന്റെ കടയിൽ വന്ന് എന്നെ കഴുതെന്ന് പറയുന്നോ? ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. കഴുതയെന്നല്ല, അരിപ്പൊടി. അരിപ്പൊടി എന്ന് പറഞ്ഞതാ. അരിപ്പൊടിയോ? ആ ഉണ്ടല്ലോ, തരാം. വേദനിപ്പിച്ചാൽ വിവരമറിയും, ഈ കഴുതയെ ഞാൻ കല്ലെറിയും. രക്ഷപ്പെട്ടോ?
എന്ത് പറ്റി കന്നാ സാർ? ഇവൻ കാരണം എന്നെ ബോസ് വീട്ടിലേക്ക് തിരിച്ചയച്ചു. അവിടുത്തെ കടക്കാരൻ എന്നെ വല്ലാതെ അപമാനിച്ചു. കന്ന സാറേ, അടികൈ എന്ന് പറയാൻ മറന്നുപോയി. എടാ, ഇങ്ങനെ ശബ്ദം പോയിരിക്കുമല്ലേ? ഇനി ആരും കൈയടിക്കാൻ പോകുന്നില്ല. സംശയമുണ്ടോ? ഈ ഹണി 1-ാം നമ്പർ മൈദയാണ്. മൈദയോ? കഴുതയാണെന്ന് പറഞ്ഞതായിരിക്കും. സംശയമുണ്ടോ? ഈ ഹണിയുടെ സേവനം ഇനി എനിക്ക് ആവശ്യമേ ഇല്ല. ഖന്ന സാറേ, അങ്ങ് എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ തരാം അങ്ങേക്ക് മരുന്ന്. അദ്ദേഹത്തെ വിട്. പാറ്റയെ കണ്ടാൽ ആരും പേടിക്കും, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. കന്നാ സാറേ, അങ്ങയെ എന്തായാലും ഞങ്ങൾ തനിച്ചാക്കില്ല. അങ്ങയുടെ ശബ്ദം തിരിച്ചു വരുന്നത് വരെ ഹണി അങ്ങയോടൊപ്പം തന്നെ ഉണ്ടാവും. അതെ, സാറ് പറയുന്നതെല്ലാം ഇവനെ കൊണ്ട് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. അതുകൊണ്ട് ഇവൻ അങ്ങയോടൊപ്പം തന്നെ ഉണ്ടാകണം. കുറച്ചുകൂടെ പ്രാക്ടീസ് കിട്ടിയാൽ എല്ലാം ശരിയാകും. നാളെ നടക്കുന്ന ഗുസ്തി മത്സരത്തിൽ അങ്ങ് കമാൻഡറി പറയണം. ഹണി ഉണ്ടെങ്കിൽ നന്നായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. സംശയമുണ്ടോ? റിങ്ങിൽ നിൽക്കുന്നു ഫയൽവാൻ, പക്ഷേ രണ്ടുപേരും മണ്ടന്മാർ. അടികൈ. സാർ, അങ്ങയുടെ ശബ്ദം ഇപ്പൊ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ഓ, ഹണി ബണി സോർദാർ പോപ്പറ്റ്. ഫ്രിഡ്ജിലുണ്ടായിരുന്ന ചീസ് കാണാതായിരിക്കുന്നു. ഏത് ചീസാ കാണാതെ പോയത്? എന്റെ ഗാർലിക് ചീസാണ് കാണാതായത്. ആരാണ് കഴിച്ചത്? പിന്നെ ആരാണ് കഴിച്ചത്? വെയിലടിച്ചപ്പോൾ കുളത്തിലുള്ള വെള്ളമെല്ലാം ആവിയായി. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചീസ് എവിടെ പോയി? അടികൈ. ഈഷ്, രാത്രി ജോലിയിൽ ഇത് മാത്രമേ ഉപകാരമായിട്ടുള്ളൂ. കാരണം ഡിന്നറിന് പിസ കഴിക്കാം. ഈഷ്, ഡബിൾ ടോപ്പിംഗ് ആണല്ലോ ഞാൻ പറഞ്ഞിരുന്നത്. ഇതൊരെണ്ണമല്ലേ ഉള്ളൂ, ബാക്കി എവിടെ പോയി? പോലീസിന്റെ പിസയിൽ കള്ളനോ? ഓ, ഇന്ന് വീണ്ടും ചീസ് കാണാതായിരിക്കുകയാണ്. നിങ്ങളുടെ തമാശ കുറച്ച് കൂടുന്നുണ്ട്. മര്യാദക്ക് സത്യം പറഞ്ഞോ, നിങ്ങൾ ആരാണ് ചീസ് കഴിച്ചത്? മാഡം, ചീസ് പോപ്പട്ടിന് ഭയങ്കര ഇഷ്ടമാണ്. അടിച്ചു പൊളിച്ചു തിമർത്തു. ഇഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ ചോദിച്ചു മേടിച്ച് കഴിക്കും, മോഷ്ടിച്ച് കഴിക്കില്ല. സംശയമുണ്ടോ? വീട്ടിനകത്തുള്ള ചീസ് എല്ലാം കാണാതാവുന്നുണ്ട്. ഒരു പക്ഷെ നിങ്ങൾ എടുത്തില്ലെങ്കിൽ പിന്നെ അത് ആരായിരിക്കും? ഉടനെ പറയൂ, ആരാണത്? നീയാണോ കഴിച്ചത്? അല്ല, നീ ആയിരിക്കും കഴിച്ചത്. അല്ല, ഇവനായിരിക്കും. ഇല്ല, നീയാണോ കഴിച്ചത്? കഴുതേ, ഞാൻ കഴിച്ചെങ്കില് പിന്നെ എന്തിനാ നിന്നോട് ചോദിക്കുന്നേ? എങ്കിൽ കള്ളൻ വേറെ ആരോ ആണ്. സംശയമുണ്ടോ? ആരാണെങ്കിലും ശരി, നമുക്കവനെ കണ്ടെത്താം. ആരാടാ നീ? കള്ളനാണ് ഞാൻ. സർക്കസിലുണ്ടാവും കുള്ളൻ. നീയാണോ കള്ളൻ? അടികൈ. എന്റെ മണ്ട, കൈയടിച്ച ശബ്ദം കേട്ട് വീട്ടുകാരെല്ലാം എഴുന്നേൽക്കും. ശബ്ദമുണ്ടാക്കാൻ മോട്ടിക്കാൻ നോക്ക്. നമുക്ക് പപ്പാതിയായിട്ട് പിരിച്ചെടുക്കാനേ. എടാ മണ്ട, ഇത് എന്റെ വീടാണ്. അങ്ങനെയാണെങ്കിൽ നിന്റെ വീട്ടിൽ നീ എന്തിനാ മോഷ്ടിക്കുന്നത്? ചെളി ഉണങ്ങിയപ്പോൾ റോഡെല്ലാം മണ്ണാണ്. ഞാൻ മോഷ്ടിക്കുകയല്ല ചെയ്തത്, മോഷ്ടാവിനെ പിടിക്കുകയാണ്. അടികൈ. വൃത്തികേട്. അവിടെ നിൽക്കാൻ. ചീസ് മോഷ്ടിക്കില്ല നിന്റെ പണിയല്ലേ? നീ കാരണം ഞാൻ സാൻഡ്വിച്ച് പോലും കഴിച്ചില്ല, അറിയാമോ? ഞാൻ ചീസ് ഒന്നും മോഷ്ടിക്കില്ലടോ. എനിക്ക് മിൽക്ക് പ്രോഡക്റ്റ് ഭയങ്കര അലർജിയാ. ഞാൻ പാലും തൈരും പോലും കഴിക്കില്ല. ബസ് സ്റ്റോപ്പിലുണ്ടാവും ചുള്ളൻ. നീയല്ലേ അപ്പൊ കള്ളൻ? അടികൈ. അടിച്ചു കൈ. ചീസ് കള്ളൻ നീ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഇന്നാ നിന്റെ പാന്റ് ഇട്ടോണ്ട് പൊയ്ക്കോ. കൊണ്ടുവന്നിരിക്കുന്നെന്ന് കണ്ടോ? കള്ളൻ. വൃത്തികെട്ടവനെ, ഏത് വീട്ടിൽ നീ താമസിക്കുന്നോ അവിടെ തന്നെ മോഷ്ടിക്കുന്നോ? എടാ, ഞാൻ മോഷ്ടിച്ച് കഴിക്കാറില്ല. കള്ളം പറയുന്ന വാക്ക് കേട്ടില്ലേ? നീ കള്ളനാണല്ലേ? എനിക്ക് നിന്നോട് വർത്തമാനം പറയണ്ട.
നീ എന്നെ കള്ളനെന്ന് വിളിച്ചല്ലേ? ഞാൻ എന്താണ് മോഷ്ടിച്ചത്? എന്റെ ഫ്രണ്ട് നീ കാരണം പോയി. നീയല്ലേ ഫ്രിഡ്ജിൽ നിന്ന് ചീസ് മോഷ്ടിച്ചത്? അവളോട് നീ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. നീയല്ലേ പറഞ്ഞത് നിനക്ക് വേണ്ടി ഞാൻ എന്തോ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്? എടാ കഴുതേ, ഞാൻ ഈ ബ്രേസ്ലെറ്റിന്റെ കാര്യമാ പറഞ്ഞത്. ഇത് ബ്രേസ്ലെറ്റ് ആണ്, ചീസ് അല്ല. ചീസ് എവിടെയാണെന്ന് പറയേ. ഓഹോ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിക്കടാ അവിടെ. സാറേ, ഉടൻ തന്നെ കേസ് എടുക്കൂ. ഉടനെ കേസ് എടുക്കൂ. എല്ലാവരുടെയും സുഹൃത്താ, കേസ് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കാശില്ലാത്ത ATM-ൽ ആരാണ് ചെന്നത്? ഞാനും ഇവിടെ കേസ് കൊടുക്കാനാണ് വന്നത്. അടികൈ. എന്റെ കേസും കൂടെ എഴുതിക്കോ. എന്റെ ചീസും പോയി. ഈഷ്, എല്ലാവരും കേസ് കൊടുക്കാനാണോ വന്നത്? എന്താണ് മോഷണം പോയത്? ഞാൻ എങ്ങനെയാ പോയി ചീസ് കള്ളനെ പിടിക്കുക? ആ കള്ളൻ എന്റെ പിസയിലുണ്ടായിരുന്ന ചീസും കട്ടുകൊണ്ടുപോയി. അങ്ങ് ഇൻസ്പെക്ടറാണ്, അങ്ങ് കള്ളനെ പിടിച്ചേ മതിയാവുള്ളൂ. ഇന്നെന്തായാലും ഒരു തെറ്റും സംഭവിക്കാൻ പാടില്ല. എന്റെ അമ്മച്ചി